ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്ന ഫ്രോക്കിൻ്റെ മോഡൽ ഇതുപോലുള്ളൊരു ഫ്രോക്കിൻ്റെ മോഡലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. താഴെ ഇതുപോലെ ഫ്രില്ലൊക്കെ ഉണ്ട്. ഈ മോഡൽ ഫ്രോക്കാണ് ഞാൻ ഇന്നിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇതുപോലെയാണ് യോക്ക് പീസ് ഇതുപോലെ ചെരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും യോക്ക് പീസ് ഇതുപോലെ ചെരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫ്രില്ല് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രോക്കാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കസ്റ്റമർ തന്ന പിക്ക് അനുസരിച്ചിട്ട് നമ്മളത് നോക്കി ചെയ്യണം. ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 5.5 മീറ്റർ ക്ലോത്താണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് സ്കേർട്ടാണ്. സ്കേർട്ടിൽ എനിക്ക് ഈ ഫ്രോക്കിൽ ഫുൾ ലെങ്ത്ത് വേണ്ടത് ഒരു 54 ഇഞ്ചാണ്. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് ഒരു 37 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ 4 തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിട്ടിട്ട് സൈഡ് വരുന്ന ഭാഗം നമ്മൾ ഈ സ്കേർട്ടിൽ കട്ട് ചെയ്യുന്നത് ഇതുപോലെ സൈഡ് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് ചെരിച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഈ മോഡലിൽ വരുന്നത് ഇതുപോലെയാണ്. നമ്മൾ കസ്റ്റമർ തന്ന പിക്ക് അതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇതുപോലെ നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ സൈഡിലാണ് ഇതുപോലെ കയറിയിട്ട് വരുന്ന ഷേപ്പ് വരുന്നത്. അപ്പോൾ സ്കേർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്കേർട്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 36 ഇഞ്ചാണ്. 1 ഇഞ്ച് കൂട്ടിയിട്ട് 37 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇത് സ്കേർട്ട് ഈ ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് യോക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. യോക്ക് പീസും ഇതുപോലെ 2 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് യോക്ക് പീസിലെ ലെങ്ത്ത് എടുക്കുന്നത് 10 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇതുപോലെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. പിന്നെ നെക്ക് ഒരു 2.5 ഇഞ്ചും ഷോൾഡർ ഒരു 3 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ആം ഹോൾ ഒരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ചെസ്റ്റ് വേണ്ടത് 36 ഇഞ്ചാണ്. അപ്പം 4-1 ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിലൂടെ 1 ഇഞ്ച് കൂടി 10 ഇഞ്ചാണ് ചെസ്റ്റ് വേസ്റ്റും താഴെ അതുപോലെ ഷേപ്പിൻ്റെ അവിടെയും വരുന്നത് 10 ഇഞ്ചാണ്. എന്നിട്ട് ആം ഹോളൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കും ഫ്രണ്ടും വരുന്നത് 4 ഇഞ്ചാണ്. പിന്നെ നമ്മുടെ യോക്കിൽ കട്ടിങ്ങിൻ്റെ പ്രത്യേകത പറയുന്നത് ഇതുപോലെ തന്നെയാണ്. യോക്ക് പീസിലും ഇതുപോലെ ചെരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മോഡൽ നോക്കി ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ ചെരിച്ചിട്ടാണ് യോക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ബാക്കും ഫ്രണ്ടും ഇതിലെടുത്തിരിക്കുന്നത് ഒരേ അളവിലാണ്. ബാക്കും ഫ്രണ്ടും 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തു. അതൊരു റൗണ്ടിൽ ഒരുമിച്ചായതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത ആം ഹോളും കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ മോഡലിൽ വരുന്നത് ഇതുപോലെയുള്ള കട്ടിങ്ങാണ്. ആം ഹോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുഴിച്ച് വെട്ടണം. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അളവിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഞാനത് കുഴിച്ച് വെട്ടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ യോക്ക് പീസ് ഇതുപോലെയാണ് ഷേപ്പ് വന്നിരിക്കുന്നത്. യോക്ക് പീസിൻ്റെ സൈഡും ഇതുപോലെ കയറിയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത് കട്ട് ചെയ്യുന്നത് സ്ലീവാണ്. സ്ലീവ് ലെങ്ത്ത് ഇവിടെ വേണ്ടത് ഒരു 22 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വേണ്ടത്. അതിൽ സ്ലീവ് ലെങ്ത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് വേസ്റ്റ് വരുന്നത് ഒരു 8 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ സൈഡ് എടുക്കുന്നത് ഒരു 19 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ലീവിൽ ഒരു മോഡൽ വരുന്നത് ഒരു 5 പഫാണ് വരുന്നത്. ചെറിയ പഫും മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 5 പ്ലേറ്റ് ഇട്ടിട്ട് ഒരു പഫ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പഫിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ഷേപ്പാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളൊരു 5 പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പഫാണ് വരുന്നത്. എന്നിട്ട് സ്ലീവിൻ്റെ താഴെ ഇതുപോലെ ലൂസ് വരുന്നുണ്ട്. താഴെ നമ്മളൊരു പീസ് വെച്ചിട്ടുള്ളൊരു മോഡലാണ് ചെയ്യുന്നത്. അത് ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം.
പിന്നെ അപ്പോൾ അങ്ങനെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ ഫ്രോക്കിൻ്റെ താഴെ, അതായത് സ്കേർട്ടിൻ്റെ താഴെ വരുന്ന ഫ്രില്ലിനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രില്ലിനായിട്ട് ഞാൻ ഒരു 9 ഇഞ്ച് നമ്മുടെ ഫുൾ ലെങ്ത്തേക്കും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇതിലൊരു 8 പീസാക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ മടക്കിയിട്ടിരിക്കുന്നത്. ഫ്രില്ലിന് ഒരുപാട് തുണി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ 8 ഇഞ്ച് പീസാക്കിയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ലെയർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേ കട്ടിങ് വെച്ചിട്ട് ഒരു ലെയർ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഡബിൾ ലെയർ ഉണ്ട്. അപ്പോൾ നമ്മുടെ താഴെ സ്കേർട്ടിൻ്റെ ഡബിൾ തുണിയാണ് ഞാൻ ഇതിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രില്ല് വെക്കാൻ കുറച്ച് തുണി കൂടുതൽ വേണം. അപ്പോൾ സ്കേർട്ടിൻ്റെ ഡബിൾ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതായത് സ്കേർട്ടിൻ്റെ വേസ്റ്റ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് ഒരു 40 ഇഞ്ചാണ്. അപ്പോൾ ഒരു 80 ഇഞ്ചോളം സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ വെച്ച് ഇരട്ടി, അതായത് നമ്മൾ പ്ലേറ്റ് ഇടാൻ എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ ഫ്രോക്കിൻ്റെ കട്ടിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ താഴേക്കുള്ള സ്കേർട്ടിന് കട്ട് ചെയ്തെടുത്തു. സ്കേർട്ടിൻ്റെ താഴെ പ്ലേറ്റ് വരുന്നുണ്ട്, പിന്നെ യോക്ക് പീസും. ഈ 3 പീസിലാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ പിന്നെ അതായത് ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ അടുത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും ആ സ്റ്റിച്ചിങ് വീഡിയോ കാണണം. അപ്പോൾ അത് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കട്ടിങ്ങും ആ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി കണ്ടാലാണ് ആ ഫ്രോക്ക്, അതായത് ഈ ഫ്രോക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് മനസ്സിലാവുക. ഇതിൽ പ്ലേറ്റ് ഇടുന്ന ഭാഗം ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ താഴെ നമ്മളൊരു മോഡൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ മോഡലായിട്ട് നമ്മൾക്കിപ്പോൾ ഇത് കസ്റ്റമർ തന്ന പിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.